വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ചക്ക കൊണ്ട് ഒരു കേക്ക്. ഇതിൽ നമ്മൾ മുട്ട ചേർക്കുന്നില്ല. ഇപ്പോൾ ചക്കയുടെ സീസൺ ആയത് കാരണം ചക്ക എല്ലായിടത്തും ഇഷ്ടം പോലെ നമുക്ക് ലഭ്യമാക്കുന്നതാണ്. ആദ്യമായി തന്നെ ചക്ക നമ്മൾ കുറച്ച് അരച്ച് പേസ്റ്റ് രൂപത്തിലാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഈ കേക്ക് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട്, അതായത് ടീ ടൈം സ്നാക്കായിട്ട് നമുക്ക് മുതിർന്നവർക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ചായയുടെ കടിയാണിത്. ഈ കേക്ക് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യമായി തന്നെ കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ 3/4 കപ്പ്, ഈ കപ്പിനാണ് ഞാൻ എല്ലാം മെഷർ ചെയ്തിരിക്കുന്നത്, 3/4 കപ്പ് ഷുഗറും അതിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പോളം എണ്ണയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കണം. പഞ്ചസാര പൊടിച്ചതും ഓയിലും നല്ലപോലെ ചേർന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പയിലൂടെ 1/2 കപ്പ് മൈദയും 1/2 കപ്പ് മൈദ, ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ് എല്ലാം കൂടെ അരിച്ച് ഇതിലേക്ക് ചേർക്കുക. ഇത് യോജിപ്പിച്ചതിന് ശേഷം ചക്കയുടെ ഒരു 15 ചുള നന്നായി പഴുത്ത ചക്കയുടെ, വരിക്ക ചക്കയുടെ ചുളയാണിത്. ഒരു 15 ചുള നന്നായി അരച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പൾപ്പും കൂടെ ഇതിലേക്ക് ചേർക്കുക. ഇതും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇത് നന്നായി കട്ടയൊന്നും ഇല്ലാതെ നന്നായി ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാല്, റൂം ടെമ്പറേച്ചറിൽ വേണം പാലെടുക്കാൻ. അതും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് യോജിപ്പിക്കേണ്ടതാണ്. ഇത്രയും ഒന്നിച്ച് നന്നായി യോജിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ റെഡി ആയിരിക്കും. ഇത് കുറച്ചുകൂടെ തിക്കാണ്, അതിനാൽ 1/2 കപ്പ് പാലിൽ ബാക്കിയുള്ള പാല് കുറച്ചുകൂടെ ഒഴിച്ച് ഒന്നുകൂടെ ലൂസാക്കി കൊടുക്കാം നമുക്ക്. അരക്കപ്പ് പാല് മുഴുവനായും തന്നെ ഇതിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഏത് പാത്രത്തിലാണോ നമ്മൾ മാവ് അളന്നെടുക്കുന്നത് അതേ പാത്രത്തിൽ വേണം ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അളന്നെടുക്കാൻ. മാവ് ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അടുത്തതായി കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ ഈ പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അല്പം ഓയിൽ ഇതിൽ പുരട്ടി കൊടുക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. എല്ലാറ്റിനും നന്നായി പുരട്ടിയതിന് ശേഷം ബാറ്ററിലേക്ക് മാറ്റാം.
നന്നായി തട്ടിക്കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. ഇത് 10 മിനിറ്റ് മുമ്പ് തന്നെ ഓവൻ ഇവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ എടുത്തു വെക്കാം. ബാറ്റർ വെച്ചതിന് ശേഷം അരമണിക്കൂറിലേക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. 180 ഡിഗ്രിയിലാണ് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്നു നോക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേക്ക് തണുത്തപ്പോൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. വളരെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം. വളരെ സ്വാദേറിയ നമ്മുടെ ചക്ക കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടൂ. എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ ചക്ക സീസണിൽ ഇത് നിർബന്ധമായും എല്ലാവരും പരീക്ഷിച്ച് നോക്കേണ്ടതാണ്.